കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കൽ യൂണിറ്റ് 32ാമത് വാർഷികവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് പി.സി. ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മുൻ യൂണിറ്റ് പ്രസിഡന്റ് സി.പി. വിനീത് കുമാറിനെ ചടങ്ങിൽ ആദരിക്കുകയും അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കൽ യൂണിറ്റിന്റെ 32ാമത് വാർഷിക യോഗവും കുടുംബ സംഗമവും ചുള്ളിക്കൽ ശ്രീനാരായണ ഹാളിൽ നടന്നു. വാർഷിക പരിപാടികൾക്ക് തുടക്കം കുറിച്ച് യൂണിറ്റ് പ്രസിഡന്റ് എം.ടി. റാഫേൽ പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് പി.സി. ജേക്കബ് വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ 44 കൊല്ലമായിട്ടും ഒരു തളർച്ചയില്ലാതെ അനുനിമിഷം വളരുന്ന ഒരു സംഘടന. ഒത്തിരി കച്ചവടം നിർത്തി പോകുന്നുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ നിരവധി പേര് കച്ചവടം നിർത്തിപ്പോകേണ്ടി വന്നു. 50% പോലും അവന് കച്ചവടം കിട്ടുന്ന സ്ഥിതിവിശേഷമില്ലാതെ വന്നു. കഷ്ടതയുടെ പാരമ്യത്തിൽ എത്തിയപ്പോൾ പോലും മാറി വന്ന ഒരു ഗവൺമെൻറ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും വ്യാപാരിക്ക് സപ്പോർട്ടായി വന്നില്ല. പക്ഷെ മറിച്ച് വ്യാപാരിയോ സ്വന്തം സ്ഥാപനങ്ങൾ തുറന്നിട്ട് കൊടുത്തുകൊണ്ട് ഈ കോവിഡ് കാലത്തും മറ്റൊക്കെ പട്ടിണി അനുഭവിച്ച ജനങ്ങൾക്ക് തൊഴിലെടുക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ പ്രളയകാലത്ത് സ്വന്തം സ്ഥാപനങ്ങളിൽ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോകാൻ തുറന്നിട്ട് കൊടുത്ത ഒരു സമൂഹമാണ് കേരളത്തിലെ വ്യാപാരികൾ. എം.ടി. റാഫേലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ.ജെ. റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി. ചുള്ളിക്കൽ യൂണിറ്റിൽ ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റി അംഗീകരിക്കാത്ത, സംസ്ഥാന നേതൃത്വത്തെ അംഗീകരിക്കാത്ത ആളുകളുടെ കയ്യിൽ ആ കൊടുത്ത കേസിന്റെ അതിന്റെ ഒരു പോക്ക് ശരിയല്ലാത്തത് കൊണ്ട് ഇന്നും ഒരു വ്യാപാര ഭവൻ മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ ഈ വാർഷിക പൊതുയോഗത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആ വ്യക്തിയിൽ നിന്നും ഒരു പക്ഷേ അവര് നമ്മളെ ഇന്നലെ നയിച്ചവരാണ്, അല്ലെങ്കിൽ നാളെ ഈ സംഘടനയുടെ കൊടി പിടിക്കേണ്ടവരാണ് എന്നുള്ളത് കൊണ്ട് വ്യക്തിപരമായ ഒരു വിമർശനങ്ങൾക്കും ഇല്ലാതെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സംഘടന എന്ത് വില കൊടുത്തും നിയമപരമായി ആ വ്യാപാര ഭവൻ തിരിച്ചു പിടിക്കാനുള്ള തീരുമാനം ഈ വാർഷിക പൊതുയോഗത്തിൽ ഉണ്ടാകും. കേരളത്തിൽ വ്യാപാരി വ്യവസായി സംഘടനകളുടെ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന. കാരണം മറ്റു സംഘടനകൾക്ക് ഏകോപനമില്ല, നമ്മുടെ സംഘടനയ്ക്ക് ഏകോപനമുണ്ട്. അതാണ് നമ്മുടെ സംഘടന തമ്മിൽ വ്യത്യാസം. കേരള വ്യാപാരി ഏകോപന സമിതി മറ്റു സംഘടനകൾക്കും ഇല്ലാത്ത പ്രത്യേകതയാണ്. കേരള വ്യാപാരി ഏകോപന സമിതി അങ്ങനെ സംഘടനയാണ്. അംഗങ്ങൾക്കൊപ്പം തോടുകൂടി ചേർന്ന് നിൽക്കുന്ന സംഘടനയാണ്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും സംഘടനയെ മുന്നോട്ട് നയിക്കുവാൻ 2018 മുതൽ 2024 വരെ യൂണിറ്റിനെ നയിച്ച സി.പി. വിനീത് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് ട്രഷറർ ശ്യാംകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ, ജില്ലാ സെക്രട്ടറി കെ.എ. ജോസഫ്, മണ്ഡലം ജനറൽ സെക്രട്ടറി പി.സി. സുനിൽകുമാർ, മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് മുൻസീർ കെ.എം., സ്റ്റേറ്റ് കൗൺസിൽ അംഗം കമറുദ്ദീൻ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം.യു. അബു, വനിതാ വിംഗ് പ്രസിഡന്റ് ഉഷ മധു, യൂത്ത് വിംഗ് പ്രസിഡന്റ് റിസ്വാൻ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ 3500 വരുന്ന യൂണിറ്റുകളിൽ നടത്തുന്ന പ്രധാന പരിപാടികളിലാണ്. നമ്മളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് വലുതാകണം. പഠിച്ച് വലുതാകുന്ന ആളുകളൊക്കെ നമ്മുടെ വ്യാപാരം നിലനിർത്താൻ വേണ്ടി ആകണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ അതിന് വളരെയേറെ മാറ്റം വരുത്തുന്നുണ്ട്. അംഗങ്ങളുടെ മക്കൾക്ക് ചടങ്ങിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.